ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ഒരു വ്ളോഗ് ഇടാൻ പോവാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞാൽ ഒരു മാസമായില്ലേ? ചിലപ്പോൾ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവം ചോദിച്ചാൽ മടിയായിരുന്നു മെയിൻ പ്രശ്നം. അതായത് നമ്മൾക്ക് എന്താ പറയുക, ഒരു ഇത് വരണമല്ലോ ഇപ്പോൾ ഇതിനൊക്കെ, ഇത് എടുക്കാനൊരു ഇതുവാണല്ലോ. ആ ഒരു ഇത് ഇല്ലാതെയായി കുറച്ച് ദിവസം. ഇപ്പോഴും ഇപ്പം ആ ഒരു എങ്ങനെയൊക്കെ ഒരു ട്രാക്ക് കയറിയപ്പോൾ ഒരു വീഡിയോ എടുത്താട്ടോ. ആ ഒരു ഇതിക്കടെ എത്തിയില്ല കുറച്ച് ദിവസങ്ങൾ. പിന്നെ വേറെയും കുറേ തിരക്കിലും ഓട്ടത്തിലേക്ക് വെറുതെ എന്തൊക്കെ തിരക്ക്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, പക്ഷെ വെറുതെ തിരക്കായി. അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ ആൾക്കാർ ഓള് കുറച്ച് ദിവസം ഓളെ വീട്ടിൽ പോയി. പിന്നെ ഇവിടെ ഉണ്ടായിട്ടും നമ്മൾ എടുത്തിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഒന്നും എടുത്തില്ല. പിന്നെ ചെക്കന്മാരുടെ കൂടെ ആണെങ്കിലും എല്ലാവരും തിരക്കിലാണ്. എന്താ വെച്ചാൽ വർക്കിൻ്റെ ഇപ്പോൾ കല്യാണം ഇതൊക്കെ നടക്കുന്ന ടൈമാണ്. പിന്നെ ഞാനാണെങ്കിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതാവുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, നമ്മളെ ഒരുവിധം എല്ലാപ്പെട്ട കാര്യങ്ങളും ഹനാൻ്റെ വ്ളോഗിലൂടെ തന്നെ നിങ്ങളെല്ലാവരും അറിയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും എടുത്ത് നമ്മളെ ചാനലിലും ഇടും. അതൊക്കെ നിങ്ങളെ സമയം പോലെ ഒഴിവുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഇരുന്ന് എന്ത് ചെയ്യുക, ഇതേപോലെ എല്ലാവരും കണ്ടുവരിക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഒരുവിധം എല്ലാ വിവരങ്ങളും നിങ്ങൾ ഹനാൻ്റെ വ്ളോഗിലൂടെ തന്നെ നമ്മളെ ആ ഒരു സർക്കിളിൽ എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിയും എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ വ്ളോഗിൻ്റെ അടിയിലൊക്കെ ആരൊക്കെ ഹനാൻ്റെ വ്ളോഗിൻ്റെ അടിയിൽ ആരൊക്കെ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആരും വ്ളോഗ് ഇടുന്നില്ല. അപ്പോൾ സംഭവം ഇതാണ്, എല്ലാവരും ഒരു തിരക്കിലാണ്. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ട്രാക്കുകൾ എപ്പോഴും നമ്മൾ എത്തൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതേമാതിരി നമുക്കൊരു ഇത് വരുമ്പോൾ നമ്മൾ എടുത്തിടുകയും ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ് വ്ളോഗ് ഇടാനുള്ള കാരണം കേട്ടോ, അല്ല പ്രത്യേകിച്ച് വേറെ കാരണമൊന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നെശ്വ അതിൻ്റെ ഇടയ്ക്ക് എന്തായി, ഓളെ പഠിച്ചിരുന്ന സംഭവമൊക്കെ ഗ്രാജുവേറ്റ് ആയി അല്ലേ? എന്താ ഈ പഠിച്ചിന്? റെസ്പിറേറ്ററി തെറാപ്പിയാണ് ഓൾ പഠിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു? റിസൾട്ട് വന്ന് ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ പൊലിവിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ മറ്റേ തൊപ്പിയൊക്കെ വെച്ച് കണ്ടില്ല, മറ്റേ പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ പോകണമെന്നുള്ള രീതിയിലൊക്കെ കമ്പത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വൈക്ക് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അതിൻ്റെ ഒരു പൊലിവിൽ ഓള് അവിടെ പോയി, ഓളെ വീട്ടിൽ പോയി അടിച്ചു പൊളിച്ച് പോകുന്നത് അല്ലേ? പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ എന്താണ്, അപ്പോൾ ഇവിടെ തിരിച്ചെത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞ ഞാൻ കുറേ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന് എന്നോട് പറഞ്ഞ ഞാൻ എന്തുണ്ടാക്കി തരാമെന്ന്, ഷവർമ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ എനിക്ക് ഷവർമ തിന്നാനൊരു ക്രേവിങ്സ്. അപ്പോൾ പിന്നെ നമുക്ക് ഹോം മെയ്ഡ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഹോം മെയ്ഡ് പരീക്ഷണമാണ് ഇന്ന് നടക്കുന്നത്. അതായത് ഷവർമ സത്യം പറഞ്ഞാൽ ഇന്ന വരെ വീട്ടിലത്തെ ഷവർമ തിന്നിട്ടില്ല. ഷവർമ ഫുള്ള് നമ്മളതിലും പോകുമ്പോൾ എവിടുന്നേലും പീടി കയറിയാണ്ട് വാങ്ങി തിന്നാന്നില്ലാണ് നമ്മളൊരു ഇതുവരെ അല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് ഷവർമ, അപ്പം എന്നെ കൊണ്ട് രാവിലെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടിരിപ്പിച്ചിരിക്കണ്. അത് എല്ലില്ലാത്ത ചിക്കൻ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എല്ലില്ലാത്ത ചിക്കൻ അങ്ങനെ വാങ്ങാൻ കിട്ടില്ല, കാരണം അത് ഈ കടയിലേക്കൊക്കെ കോഴിക്കടക്കാരെന്ത് ചെയ്യും, അങ്ങനെയല്ല ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്നും വാങ്ങണമല്ലോ. നമ്മളിപ്പോൾ ആണ്ടിലൊരിക്കൽ ഷവർമ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനത്തെ എല്ലില്ല ചിക്കൻ കിട്ടില്ല. അപ്പോൾ എല്ലില്ല ചിക്കനാണ്. എന്നിട്ട് എല്ല് വേറെടുത്താൽ എന്നുണ്ടാക്കണോ വേണ്ടെന്നില്ല, ഞാൻ ഇന്നത്തെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഷവർമ ഉണ്ടാക്കലൊരു പ്ലാനിലാണ് ഇപ്പോൾ ഈ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചിക്കൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനെന്തൊരു സ്പെഷ്യൽ മസാലയൊക്കെ അത് ഒറ്റക്ക് ഇതാക്കണോ, അത് എവിടെയും നോക്കി പഠിച്ചാണോ? അങ്ങനെയല്ല, സത്യസന്ധമായി പറയണം. ശരിക്കും ഷവർമ ഉണ്ടാക്കുമ്പോൾ ഉപ്പ്, മഞ്ഞൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മതി. എനിക്ക് ആ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ഒരു നല്ല രസത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ചിക്കൻ ഫ്രൈ ആക്കണം. അപ്പോൾ പുഴുങ്ങണത് എനിക്ക് വലിയ ഇഷ്ടമില്ല. ഓക്കെ എന്തായാലും എനിക്ക് വിട്ട് നിൽക്കണം ഫുള്ള്. അപ്പം ഇന്ന് നെശ്വ ഷവർമ ഉണ്ടാക്കുകയാണ്. എന്താവാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. ഷവർമ ആവൂലേ? മുമ്പ് ഉണ്ടാക്കി വയ്ക്കണോ? ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കിക്കണോ? സെറ്റ് ചെയ്നി? നല്ല അഭിപ്രായം കിട്ടി. എവിടെ ഉണ്ടാക്കി? വീട്ടിലോ? ആരൊക്കെ തിന്ന ആൾക്കാർ? ചിക്കൻ്റെ ഷവർമ ഇഷ്ടം. കടയിലൊക്കെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഗൈസ്, വീട്ടിൽ ഷവർമ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നെശ്വൻ്റെ ഇതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തട്ടോ. ഓക്കെ, ഉണ്ടാക്കി. എന്തൊക്കെയാണ് സാധനങ്ങൾ? വെളുത്തുള്ളി, ചെറിയ ഉള്ളി, നാരങ്ങ, ഇഞ്ചി, കറി ലീഫ്, പിന്നെന്താണ്, ചപ്പ്, മല്ലിച്ചപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സുർക്കുണ്ട്. പിന്നെ ഇതെന്താ ഇത് ഇന്ദുപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി അതും ഇതൊന്നും മുളകും പൊടിയല്ലേ? ഞാനത്തേക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെറിയൊരു മാഗിൻ്റെ ക്യൂബിടും. ഇനി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ടാ ടേസ്റ്റ് കൂടുതൽ. ഓക്കെ. എന്നാൽ ഇതോ സുർക്കിയില്ലേ?
സുർക്കിയും. ഓക്കെ, എന്നാൽ മിക്സ് ചെയ്തോ. അപ്പോൾ കുക്ക് ട്രാക്കിൽ കയറിക്കണ്. മിക്സ് ചെയ്യും. എങ്ങനെ ഇതിന് മിക്സിങ് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ വിട്ടുപിടിച്ചോളി. ഇത് കാശ്മീരിയാ, ഇത് പിന്നെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടല്ലോ ഭയങ്കര സ്പൈസിയാ. ഇത് ലേശിട്ടാ മതി. സ്പൈസി ആയിക്കോട്ടെ, ഷവർമ്മയല്ലേ. ഷവർമ്മ സ്പൈസി ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ ആരും ചിലപ്പോൾ ഇടലൊന്നും ഉണ്ടാവില്ല, മല്ലിപ്പൊടി ഒന്നും. പക്ഷെ ഇടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒഴിവാക്കണ്ടൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്യട്ടോ. എന്തായാലും ഇവിടെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. അതിക്ക് ഇങ്ങനെ പിയല്ലേ? അങ്ങനെ പറഞ്ഞാൽ പോരെ. വലിയ കുക്കാണല്ലേ ഒറ്റയടിക്ക്. അതിനൊന്നും നമ്മളായിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊന്നും നമ്മളായിട്ടില്ല എക്സ്ക്യൂസ് ചെയ്യാനൊന്നും. അതെന്താ വെളിച്ചെണ്ണ? എന്താ വെളിച്ചെണ്ണ കുപ്പി ആരും കാണണ്ട. അപ്പോൾ വെളിച്ചെണ്ണയും പറഞ്ഞില്ലേ. ഇനി ഇത് മിക്സിയിലിട്ട് അടക്കുക. സുജാത അല്ലല്ലോ ഇത്, വേറെ തോന്നല്ലോ. മായ അപ്ലയൻസസോ സൂപ്പർ ബ്ലൂ. മിക്സിയിലിട്ടാണ്ട് അടിക്കുക അല്ലേ. അപ്പോൾ ഗായ്സ് നമ്മളിത് ആ മസാലയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ചിക്കൻ ഇങ്ങനെ ആക്കി. എല്ലില്ലാത്ത ചിക്കൻ അല്ലേ? എല്ലാം ഒഴിവാക്കി. ഇജന്നെ ഇരുന്ന് വെട്ടിമുറിച്ച് എല്ലാം ഒഴിവാക്കി. അപ്പോൾ നശ്വനെ എല്ലൊക്കെ ഒഴിവാക്കിയാണ്ട് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിക്കണേ. അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് ഇതെങ്ങനെ ചുമപ്പ് കളറായത്? കളർ കൂട്ടിക്കണോ? കളർ കൂട്ടാൻ പാടില്ല. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇടിയത്തെ ഷവർമയിലൊക്കെ ഒരു കളർ കൂട്ടോ? പക്ഷെ അതിൽ കളർ ഉണ്ടാവില്ലല്ലോ, വെള്ള ഇറച്ചിയാണല്ലോ ഉണ്ടാവില്ലേ. അല്ല ഇനി നീ കുത്തി പൊടിച്ചൊക്കെ വേണ്ടേ? ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഷവർമ മസാല മിക്സിംഗ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ആയി മാറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇനി എന്താ അടുത്ത പണി? എത്ര നേരം വെക്കണം? അതേ വെക്കും. പിന്നെ ഈവനിങ് ബാക്കി സെറ്റാക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പം ഇനി ബാക്കി കുക്കിങ് ഇത് ഒന്ന് മസാലയൊക്കെ പിടിച്ച് ഒന്ന് സെറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടാക്കുക. കഴിഞ്ഞ് വന്നിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്ത് തരും, കാണിച്ചു തരും. അപ്പം എന്താ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിക്കണേ. എത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചു? 3 hour വെച്ചു. ഓക്കെ, അത്രയൊക്കെ വെക്കണോ ശരിക്കും, അതോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വെച്ചാണോ? അപ്പം നമുക്ക് സമയം കുറേ ഗ്യാപ്പ് വന്നുകൊണ്ട് അത്ര നേരം വെച്ചാണ്. ശരിക്കും അത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത്രയൊന്നും വെക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇത് ഒരു ഏകദേശം നല്ല ഇതായിക്കണേ അല്ലേ, നല്ല മസാലയൊക്കെ പിടിച്ചിക്കണേ. അപ്പം ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകണം നമുക്ക് നോക്കാം. എടുത്തോ, ബാക്കി പറയും. ബാക്കി ഇത് ഞാൻ അങ്ങനെ പറയാം, ഇജ്ജ് പറഞ്ഞു കൊടുക്കൂ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ചട്ടിക്ക് എണ്ണ ഞാൻ വരാം. സെറ്റല്ലേ? തുറക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഞാനാണ് എന്ത് ചെയ്യുന്നത്, ചട്ടിക്ക് എണ്ണ വരാൻ പോകണം. വരട്ടെ. അപ്പോൾ ഷവർമ്മയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഫുഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ രാത്രിക്കൊക്കെ. ഇമ്മു താത്താനെ കളിയാക്കാനെ വിളിച്ചിരിക്കണേ. രാത്രി നഷ്പ ഉണ്ടാക്കണ ഷവർമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓലൊക്കെ വിളിച്ചിരുത്തിക്കണേ. സോറി ഗൈസ്, ഞാൻ പെട്ടെന്ന് മുട്ട ഒറ്റയ്ക്കാൻ പൊരിക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ എന്ത് ചെയ്തത് ഇത് പറഞ്ഞത്. ഇതെന്താ ഇങ്ങനെ വരുന്നത്? കുറേ വരില്ല. ഇത് വേണ്ടേ, ഇത് എപ്പോൾ ആവാനാണ് ഇതിന്ന് പറഞ്ഞൂടെ? നമുക്ക് നാടൻ കിച്ചണും നാടൻ കുപ്പിയും മതി. ഇത് വരട്ടെ മതിയാകുമ്പോൾ പറഞ്ഞോ. പക്ഷെ കുറച്ചുകൂടി എണ്ണ വേണ്ടടി. അപ്പോൾ എണ്ണ നമുക്ക് ചട്ടീൻ്റെ അടിഭാഗത്ത് മൊത്താവോളം നമുക്ക് എണ്ണ പാരണം കേട്ടോ. ഇതെന്താ ചെരിഞ്ഞാക്കണ്?
ഇത് പരാനായോ ഇടാനായോ? ഓക്കെ ഓക്കെ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിക്കൻ അല്ല ഷവർമ്മക്ക് ശരിക്കും ചിക്കൻ പൊരിക്കുമോ? പൊരിച്ചിട്ട് പിന്നെ പിച്ചേ ഇതിമൊന്ന് അപ്പം എല്ലുമൊന്നൊക്കെ കിട്ടുമോ? അത് എല്ലില്ലാത്ത ചിക്കനല്ലേ? ആ ഓക്കെ ഓക്കെ. ഐശോ ഐശൊക്കെ കാത്തു നിൽക്കാട്ടോ ഷവർമ്മ പാവും പറഞ്ഞിട്ട്. ആ ഞാടാ ഇത് പിടിച്ചാ. ഞാനും കുട്ടിയാണ് ഇതിൻ്റെ ഫുൾ നേതൃത്വം. ഐശോ കുറച്ച് ബാക്ക് നിൽക്കുന്ന ആ ഗ്യാപ്പിലെടുത്ത് ഇങ്ങനെ ഇട്ടെടുത്താൽ പോരെ? ജന ഡീൽ ചെയ്തോ. അപ്പോൾ നമ്മൾ കൈമാറി, ബാറ്റൻ കൈമാറി. ഇത് എത്ര നേരം പൊരിയണം? സമയമൊക്കെ പറയട്ടോ. അല്ലാതെ എങ്ങനെ ഇത് ഉണ്ടാക്കുക? ആരെയും ഇത് ട്രൈ ചെയ്താൽ അഥവാ ട്രൈ ചെയ്താൽ ഇത് ഒരു ഐഡിയ ഉണ്ട്. അതായത് നല്ലോ സാധാ ചിക്കൻ പൊരിയണ മാതിരി പൊരിയണോ അതോ നമ്മൾ വെറുതെ കുറച്ച് ഹാഫ് വേവ് അങ്ങനെ ഭയങ്കര റഫായിട്ട് കട്ടിക്ക് പൊരിക്കൂലേ? അങ്ങനെ പൊരിക്കണ്ട, കുറച്ച് സോഫ്റ്റ് ഉള്ള രീതിയിൽ പൊരിച്ചു. ഓക്കെ. അപ്പം നമ്മൾ സാധാരണ നല്ലോ ഫ്രൈ ചെയ്ത് എടുക്കണ മാതിരി എടുക്കണ്ടെന്നാണ് നെക്സ്റ്റ് പറയണത്. കുറച്ച് ഫ്രൈ ആക്കിയാൽ മതി. ഒരു കുക്ക്ഡ് ആയ ടൈപ്പ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഷവർമൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ജെനുവിൻ റിവ്യൂ എന്ത് ചെയ്യും? നമ്മൾ പങ്കുവെക്കുന്നതാണ് നിങ്ങളോട്. അല്ലേ ഐശോ? ജെനുവിൻ റിവ്യൂ അറിയില്ല നമ്മൾ പറയില്ലേ? അപ്പോൾ ഐശോ ഉച്ചക്ക് സ്കൂള് ലീവാക്കി പോന്നിക്കണേ. ഈവനിങ്ങിന് ഷവർമ, പക്ഷേ ഈവനിങ്ങിന് ആയില്ല, ഇപ്പോൾ രാത്രി കഴിക്കണത് പോന്ന്. അപ്പോൾ രാത്രിക്ക് ഉള്ള ഫുഡ് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഷവർമക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് കേട്ടോ. ഇമ്മ ഇപ്പം എവിടെ? ആ അവിടെ നിന്ന് എന്തെങ്കിലും തിന്ന് പോരാൻ പറഞ്ഞാൽ മയോണൈസ് എങ്ങനെയാണ്? ഹെൽത്തി മയോണൈസാണ്. അപ്പോൾ ഗായ്സ് ഇതാ ക്യാരറ്റ് കരിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിക്കണേ. ഐശോ ഇടക്കിടക്ക് ഓടിപ്പോണേ. ഐശോ ഇടക്കിടക്ക് അങ്ങോട്ട് ഓടിപ്പോണേ. അപ്പം നെക്സ്റ്റ് അതാ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇടക്കിടക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി തരലുണ്ട്. അതിലെല്ലാം ഒന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണില്ല, ചിലത് മാത്രമേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കണേ ഷവർമൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി അതേമാതിരി വേറെ സാധനം ഉണ്ടാക്കി തരണം. എന്താ എൻ്റെ പേര്? എന്ത് സ്വീറ്റാണ്? അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞ് കാണിച്ചു തന്നെ. ലാലേട്ടൻ്റെ എന്താണ് ട്രെൻഡിങ് ആണോ? അത് നമ്മൾ ഒഴിക്കൂല. അപ്പം നമുക്ക് റമ്മ് ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റമ്മ് ഒഴിക്കണില്ല അല്ലേ? ബാക്കിയുള്ളതൊക്കെ നമ്മളതിൽ കൂട്ടും. എന്നിട്ട് എനിക്ക് ഉണ്ടാക്കി തരാന്നൊക്കെ ഉണ്ട്. എന്താ എൻ്റെ പേരെന്താ? പേര് ഓക്കെ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി തരാന്നൊക്കെ ഞാൻ അത് അന്ന് ഉണ്ടാക്കി തരാം. നാളെ ലീവാണല്ലേ? അപ്പോൾ ഗായ്സ് നാളെ കർക്കിടക വാവ് ആയതുകൊണ്ട് നാളെ നമുക്ക് എന്ത് ഇട്ടിരിക്കണേ? ലീവ് ഇട്ടിരിക്കണേ. അപ്പോൾ നാളത്തെ ദിവസം അതും ഉണ്ടാക്കി തരാറുണ്ട് അല്ലേ? അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് കിച്ചൺ വിട്ട് തരും, ഞാൻ ഉണ്ടാക്കി തരും. എന്താ വേണ്ടി? എന്ത് വേണമെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് തരും. നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയോ? അതൊന്നും എനിക്കൊരു എന്നെ സംബന്ധിച്ച ഒരു പണിയല്ല. എന്താ? ചിക്കൻ എടുക്കുക, കഴിക്കുക, മുളകും പൊടിയും ഉപ്പും ഇടുക, പിന്നെ ഇതൊക്കെ മസാല പിടിപ്പിച്ച കുറച്ച് മുളകും പൊടി ഉപ്പിട്ട് കണ്ട് അതിന്മേൽ തേച്ച് പിടിപ്പിച്ച, എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് എണ്ണ വറന്ന് പൊരിച്ചു. അതേപോലെ ഇത്രയല്ലേ ഉള്ളൂ. കറിയോ? കറി ഉണ്ടാക്കാൻ അറിയില്ല. കറി തന്നെ സെയിം സാധനമായി, കുറച്ച് വെള്ളം പാരണം, എന്നിട്ട് കുക്കറിൽ 2-3 വിസിലടിക്കണവരെ വെക്കുക. അങ്ങനെയല്ലേ? നാളെ ഉണ്ടാക്കി കാണിച്ചു തരണോ? അപ്പം നാളെ എൻ്റെ വകയാണ്. എന്നാൽ ഇന്നെ തരം തായിട്ടിയ സ്ഥിതിക്ക് നാളെ ഇവിടെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കും. ഇമ്മ നാളെ എൻ്റെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പൊട്ടിയത് തിന്നാ ചെറിയ പൊട്ട്
തൊലി കളയാത്ത മതി. തൊലി കളയാത്തല്ല. ഇത് കുറച്ച് പ്രായമായിക്കണ് എൻ്റെ പോലെ. ഇപ്പൊ തന്നെ വീണ് പല്ലൊക്കെ പോയി ആകെ ചോരൊക്കെ വന്നു. എന്താണ് പ്രായമായി എന്ന് പറയട്ടെ, പ്രായമായി എന്ന് പറയട്ടെ. എനിക്ക് പ്രായമായിക്കണം, പക്ഷെ എന്നെ കണ്ടാ തോന്നൂല. 30. ഞാനൊക്കെ എപ്പോഴും. അപ്പോൾ ഗായ്സ് നമ്മളിത് അവിടെ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ. പിന്നൊന്നുമില്ല, കുബൂസ് ഞാൻ നല്ലത് കൊണ്ടുവന്നിങ്ങനെ കുബൂസ് ഇവിടെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാൽ നിന്നില്ല കേട്ടോ. ഇനി എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കുബൂസാണ്. അപ്പം ഇനി കുബൂസ് കൊളായി എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് മറ്റേ ഇനി കുബൂസ് കേൾക്കാനും കുറ്റം. അപ്പോൾ കുബൂസ് കൊളാവാതാക്കാൻ വേണ്ടിയാണ്ട് ഏറ്റവും, അതായത് ഈ ഒരു എന്താ പറയുക, എന്തെങ്കിലും കാരണം കണ്ടുവെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മളിപ്പോൾ തൊട്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാരണം വരിക. പക്ഷെ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഷവർമൻ്റെ 90% ഭാഗം കിടക്കുന്നത് ആ കുബൂസാണ്. എന്നാൽ ഒരു 60% പോട്ടെ, 40% പ്ലീസ്. അവിടെ നിന്നുണ്ട് എന്നോട് ആംഗ്യം കാട്ടുക. ആയിക്കോട്ടെ, എന്നാൽ ഒരു 30% കുബൂസിന് കൊടുക്കാൻ പറ്റും എനിക്ക്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളൊരു ആഭ്യന്തര പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാണ്. 15% പങ്ക് വഹിക്കണ കുബൂസ്. ഇതൊക്കെ കുബൂസ് ഇന്ന് സിദ്ധിക്കാക്കാരുടെ തട്ടടിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ല ഞാൻ ചെയ്യും. ഞങ്ങൾ ഇതിങ്ങോട്ട് ബാക്കൊക്കെ ചാടുന്നത് ഞാൻ അറിയണത്. അപ്പോൾ 15% പങ്ക് വഹിക്കണ കുബൂസും ബാക്കി വരുന്ന 85% പങ്ക് വഹിക്കണ നെസ്വയും. അങ്ങനെയുണ്ട്, കുളിച്ചില്ലേ? അപ്പോൾ എന്തായാലും നമുക്കിത് എന്താ ഒന്ന് കണ്ടറിയാം ഗൈസ്. കൂടുതലൊന്നും ഞാനൊന്നും പറയണില്ല, നമുക്കിത് എന്താവണം നോക്കാം. ഇത് പൊതിയണ മറ്റേ പൊതി ഉണ്ടോ? ഷവർമ്മ ഇങ്ങനെ പൊതിഞ്ഞ് തരില്ല നമുക്ക് വീട്ടിൽ നിന്നൊക്കെ? മറ്റേ കവറിൽ പൊതിയൊന്നുമില്ല, റോളല്ല. നോക്കാം, പ്ലേറ്റ് ആകുമ്പോൾ കുറേ ഉണ്ടാവില്ലേ, റോളാകുമ്പോൾ പിന്നെ കുറച്ച് തന്നാൽ പോലെ. ഇതാ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞു അല്ലേ, ചൂടാറാൻ വേണ്ടി പാത്രത്തിൽ ഇടാണ്. ഒന്ന് ചെറുതിട്ടോ. ഇതെല്ലാം ടേസ്റ്റ്. ഇത് ഇങ്ങനെ എന്നാലും നമ്മൾ ഇത് മിക്കവാറും ഷവർമ്മ ആക്കി കൊളാക്കും. അതിനേക്കാളും ഇതല്ല ടേസ്റ്റ് ഉണ്ട് പൊരിച്ചത്. അതും സാധാ മസാലയല്ല, ഷവർമ്മേൻ്റെ മസാല കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പൊരിച്ച വിജയിച്ചു. ആയിക്കോട്ടെ, നമ്മളെന്താ വെച്ചാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. കുഴപ്പമില്ല, നമ്മളതിന് നിന്ന് കൊടുത്താലും സാധനം കിട്ടിയാൽ മതി. ചെക്കന്മാർ ഫുൾ ദിവസം വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഫുഡ് കഴിക്കാനും. നാളെ പറഞ്ഞു അസറുവിന് ഇതുണ്ടാക്കി കൊടുത്തില്ലേനോ മജുബൂസ്, അതിന് ശേഷം പറഞ്ഞു എന്നോട്. പിന്നെ ചെറിയ പൊട്ട് ഈ ഭാഗത്തേക്ക് വരുന്നേ. ലാസ്റ്റ് നിങ്ങൾക്ക് മാത്രം ചിക്കൻ ഇല്ലാത്ത ഷവർമ്മ തരുന്നത്. എന്നാ പിന്നെ തന്നെ ഷവർമ്മ അറിയണത് ചിക്കൻ അല്ലെങ്കിൽ കുബൂസ് വരും പറയാൻ പറയാം. കുബൂസും പച്ചക്കറിയും ഇപ്പം പുറത്തോട്ട് പോയി ഒന്ന് പോയി എന്തൊക്കെ ഞാൻ പിച്ചി തരണ്ട. എന്നാ ഒരു ചെറിയ ചിക്കൻ പൊട്ടുണ്ടോ? ചെറുത് മതി, ആയിക്കോട്ടെ. ഇത്രയും നേരം എൻ്റെ കൊപ്പം നിന്നിട്ട് ചെറിയൊരു പൊട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ മുടക്കൊന്നുമില്ലല്ലോ. ചെറിയ ഒരു പൊട്ടുണ്ട് ലാസ്റ്റ്. ഇവിടെ കുറച്ച് ആൾക്കാർ കാത്തുക്കുണ്ട്. ആരാ കണ്ടോളിട്ടോ. മ്യാവ് 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 മ്യാവ്.
അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ പോകണ്ട കേട്ടോ, അവിടെ ഒന്നോളി. ചിലപ്പോൾ മിക്കവാറും ഇത് ഫുള്ള് നിങ്ങൾ രണ്ടാൾ നേരെ തിന്നേണ്ടി വരും. അതുകൊണ്ട് രണ്ടാളും പോകണ്ട, രണ്ടാളവിടെ നിന്നോളി. ഭാഗ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധനം കിട്ടും കേട്ടോ. അപ്പോൾ റിസൾട്ട് കുറച്ച് കഴിഞ്ഞാൽ വരും. ഒരു അരമണിക്കൂറിനും കൂടി നിങ്ങൾ രണ്ടാളും ഇവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. പോലെ രണ്ടാളും കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് എനിക്ക് അതാ തോന്നുന്നത്. ഒരു ചിക്കൻ കൊടുക്കാനായിട്ടുള്ള പൂച്ചക്കുട്ടികളെ നോക്കണം. ഈ ചിക്കൻ ഫ്രൈൻ്റെ മസാല എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ പൊരിച്ചുകൂടെ നിങ്ങൾക്ക്? തമാസ അറിയില്ല, എന്തൊരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ എന്നാണ്. അല്ല നിങ്ങൾ പൊരിച്ചുമ്പോൾ ഈ ഇതെല്ലാം ഉണ്ടാവില്ല, എനിക്കറിയാലോ. ഇതിൻ്റെ ഇങ്ങനത്തെ വേസ്റ്റൊക്കെ എനിക്കറിയില്ലേ? വേസ്റ്റ് അല്ല, അത് മറ്റേതാണ് സോഫ്റ്റ്. അപ്പോൾ ഇതാക്കണേ, ചിക്കനൊക്കെ ഇതാ പൊടിച്ച് ഇതാ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ചിക്കൻ പൊടിച്ചു ഇതാ. പിന്നെ കക്കരിക്ക റെഡിയാണ്. ക്യാബേജ്, ഉള്ളി എന്തിനാ ആവശ്യമുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളിടും. ഓക്കെ, കുറച്ച് ഉള്ളി ഇടും, പിന്നെ ക്യാബേജും. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എന്താ ഉണ്ടാക്കണേ? കുബൂസ് ഇവിടെ റെഡി കേട്ടോ. കുബൂസ് ഇവിടെ റെഡി നിൽക്കുകയാണ്. അടുത്തെന്താണ്? മയോണൈസ് അല്ലേ? മയോണൈസ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. സോസായോ? അത് നോക്കുമ്പത്തിനാവുന്നില്ല. ഇങ്ങനെ ഇടയ്ക്ക് എണ്ണ വാർന്ന് ഇങ്ങനെ കൊടുക്കണം. എന്തെണ്ണയാണ് വരുന്നത്? സൺഫ്ലവർ. അപ്പോഴാണ് ടൈറ്റ് ആവുക. ഓ, അപ്പോൾ അതാ മയോണൈസ് തയ്യാറാക്കി. തുള്ളിട്ടോ വളവത്തിയോള് എന്താണ്? വേണ്ടാക്ക് ഷവർമ്മക്ക് കാത്തുനിന്ന് ഞങ്ങളെ കൊടല് ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട് എനിക്ക്. ഞങ്ങളെ കൊടലാണ്. അപ്പോൾ ഇതാ നമ്മളെ മസാല സെറ്റായി അല്ലേ? മസാല അല്ലേ, എന്താ പറയുക, കൂട്ട് അല്ലേ? അപ്പോൾ ഗായ്സ് ഇതാ നമ്മളെ പിന്നെ മിക്സ് റെഡി ആയിട്ടോ. മിക്സ് നശ്വ ഇതാ ഇരിക്കോ നോക്കട്ടെ. ഇതെല്ലാം മിക്സ് ചെയ്തിപ്പോൾ മോളെ സീൻസ് ആണ് കേട്ടോ. നല്ലോണം ഫില്ല് ചെയ്യണ്ട, കുറച്ച് മതി. അപ്പോഴല്ലേ തിന്നായുള്ളൂ. കുബൂസ് ഫുള്ള് എടുത്തോ? അല്ല, അപ്പോൾ ഒന്നും മതിയോ? ഞാനാ ഫസ്റ്റ് നിന്ന് എന്നാ എല്ലാവർക്കും ഇല്ല ഇതാക്കിക്കോ. അല്ല, എല്ലാവർക്കും ഒപ്പം വെച്ചാലോ? എല്ലാവർക്കും ഒപ്പം വെക്കണം. ഞാൻ ഇപ്പം തിന്നാ കേട്ടോ. ഈ മേലത്തെ കുബൂസ് എനിക്ക് വേണ്ട. ഇങ്ങനെ എന്താണോ ഇത്? ഇങ്ങനെ എടുത്ത് കടിക്കണോ? ടേസ്റ്റില്ലേ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കുബൂസ് കുറച്ച് നേരം വെച്ചിട്ടില്ല, ഒരു ചെറിയ ഇതുണ്ട് അല്ലേ? ഒന്ന് സ്റ്റീം ചെയ്താൽ സെറ്റാവും. ഓ, ഇതിന് മിക്സ് ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഗായ്സ് ജെന്യൂൻ റിവ്യൂ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.